ജുമാ നമസ്കാരം 2 റക്അത്താണല്ലോ. അപ്പോൾ ഒരാൾ വന്നിട്ട് രണ്ടാമത്തെ റക്അത്തിലാണ് ഈ നിസ്കാരത്തിൽ ജോയിൻ ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് 1 റക്അത്ത് ബാക്കി നമസ്കരിച്ചാൽ മതിയോ എന്നുള്ളതാണ്. കാരണം പൊതുവെ പറഞ്ഞു കേൾക്കാറുണ്ട്, രണ്ടാമത്തെ റക്അത്തിൽ വരുന്ന ആളാണെങ്കിൽ അയാൾ ളുഹറാണ് നമസ്കരിക്കേണ്ടത്, ളുഹറിൻ്റെ നിയ്യത്താണ് വെക്കേണ്ടത്, ജുമാ നമസ്കാരം അദ്ദേഹത്തിനില്ല എന്നാണ് ചില ആളുകൾ പറഞ്ഞു കേൾക്കുന്നത്. എന്താണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം? മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. വളരെ നല്ലൊരു ചോദ്യമാണ് ചോദിക്കപ്പെട്ടിട്ടുള്ളത്. ചോദ്യം ഇതാണ്: ഒരാൾ ജുമയിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നു. അപ്പോൾ ഖുതുബയെല്ലാം കഴിഞ്ഞ് നമസ്കാരത്തിൻ്റെ സമയത്താണ് വരുന്നത്. 1 റക്അത്ത് നഷ്ടപ്പെട്ടിട്ടുമുണ്ട്. രണ്ടാമത്തെ റക്അത്തിലാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അപ്പോൾ 1 റക്അത്ത് കൂടി നമസ്കരിച്ചാൽ മതിയോ? അതല്ല, ളുഹറിൻ്റെ നിയ്യത്ത് വെച്ച് 4 റക്അത്ത് ളുഹർ നമസ്കരിക്കണം. കാരണം 1 റക്അത്ത് നഷ്ടപ്പെട്ടാൽ പിന്നെ ജുമ ഇല്ല. ഇതാണ് ചോദ്യകർത്താവ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് 2 തെറ്റിദ്ധാരണകൾ ഈ വിഷയത്തിലുണ്ട്. അതിൽ ഒന്നാമത് ചോദ്യത്തിൽ പറഞ്ഞ തെറ്റിദ്ധാരണ തന്നെയാണ്, അല്ലെങ്കിൽ സൂചിപ്പിച്ച തെറ്റിദ്ധാരണയാണ്. അഥവാ 1 റക്അത്ത് നഷ്ടപ്പെട്ടാൽ പിന്നെ ളുഹറാണ് നമസ്കരിക്കേണ്ടത് എന്ന ഒരു ധാരണയുണ്ട്. ആ ധാരണ തെറ്റാണ്. മറിച്ച് ഹദീസിൽ വന്നിട്ടുള്ളത് 1 റക്അത്തെങ്കിലും കിട്ടിയാൽ അയാൾക്ക് ആ നമസ്കാരം കിട്ടി, പിന്നെ ആ നമസ്കാരം മാത്രം പൂർത്തീകരിച്ചാൽ മതി. ഉദാഹരണത്തിന്, ഒരാൾ രണ്ടാമത്തെ റക്അത്തിലാണ് വരുന്നതെങ്കിൽ റുക്കൂഇന് മുമ്പ്, ഇമാം റുക്കൂ ചെയ്യുന്നതിന് മുമ്പ് അയാൾ എത്തിയിട്ടുണ്ടെങ്കിൽ, ഇമാമിൻ്റെ കൂടെ റുക്കൂ അയാൾക്ക് കിട്ടുകയാണെങ്കിൽ അയാൾ പിന്നെ 1 റക്അത്ത് കൂടി ജുമാ നമസ്കരിച്ചാൽ മതി. ശരിക്കും ശ്രദ്ധിക്കുക. അല്ലാതെ 1 റക്അത്ത് നഷ്ടപ്പെട്ടു, രണ്ടാമത്തെ റക്അത്തിലാണ് വന്നത്, ഇമാം റുക്കൂ ചെയ്യുന്നതിന് മുമ്പും നാം എത്തിയിട്ടുണ്ടെങ്കിൽ പോലും 1 റക്അത്ത് നഷ്ടപ്പെട്ടതിനാൽ ഇനി ളുഹറാണ് നമസ്കരിക്കേണ്ടത് എന്ന ധാരണ തെറ്റാണ്. മറിച്ച് രണ്ടാമത്തെ റക്അത്തിൽ ഇമാമിൻ്റെ കൂടെ റുക്കൂ ചെയ്യാൻ ഒരാൾക്ക് അവസരം കിട്ടിയാൽ ആ വ്യക്തിക്ക് ജുമാ നമസ്കാരമാണുള്ളത്, അദ്ദേഹം അത് പൂർത്തീകരിച്ചാൽ മതി. നഷ്ടപ്പെട്ട 1 റക്അത്ത് പൂർത്തീകരിച്ചാൽ മതി. ഇമാം നസായി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനുൽ കുബ്രയിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ അദ്റക റക്അതൻ മിനൽ ജുമഅത്തി ഔ ഗൈരിഹാ ഫഖദ് തമ്മത് സ്വലാത്തുഹു. ഒരാൾ ജുമാ ദിവസമാകട്ടെ, ജുമാ നമസ്കാരമാകട്ടെ, അതല്ലാത്ത നമസ്കാരങ്ങളാകട്ടെ, 1 റക്അത്തെങ്കിലും കിട്ടിയാൽ ആ നമസ്കാരം ആ വ്യക്തിക്ക് ലഭിച്ചു. അപ്പോൾ നഷ്ടപ്പെട്ട റക്അത്ത് മാത്രം പൂർത്തീകരിച്ചാൽ മതി. നഷ്ടപ്പെട്ട റക്അത്ത് മാത്രം പൂർത്തീകരിച്ചാൽ മതിയാകുന്നതാണ്. അത് ജുമഅക്കും ബാധകമാണ് എന്നാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ഇമാം ദാറുഖുത്നി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ അദ്റക മിനൽ ജുമഅത്തി റക്അതൻ ഫലിയുളിഫ് ഇലൈഹാ ഉഖറ. ജുമഅ ദിവസം ആർക്കെങ്കിലും 1 റക്അത്ത് കിട്ടിയാൽ, അഥവാ രണ്ടാമത്തെ റക്അത്ത് കിട്ടിയാൽ, ആ വ്യക്തി 1 റക്അത്ത് കൂടി നമസ്കരിക്കട്ടെ. അവിടെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, രണ്ടാമത്തെ റക്അത്ത് കിട്ടിയാൽ തന്നെ പിന്നെ എന്ത് ചെയ്താൽ മതി? ളുഹർ നമസ്കരിക്കണ്ട, ജുമാ തന്നെ നമസ്കരിച്ചാൽ മതി, 1 റക്അത്ത് കൂടി നമസ്കരിച്ചാൽ മതി. കാരണം ജുമാ നമസ്കാരം 2 റക്അത്താണ്. ജുമാ നമസ്കാരം 2 റക്അത്താണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴാണ് ഒരാൾക്ക് റക്അത്ത് കിട്ടുന്നത്? ഇമാമിൻ്റെ കൂടെ റുക്കൂ കിട്ടിയാൽ മതി. ആദ്യം തക്ബീറത്തുൽ ഇഹ്റാം, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം അങ്ങനെ നമസ്കാരത്തിൽ പ്രവേശിക്കണം. അതിനുശേഷം റുക്കൂയിലേക്ക് പോയി ഇമാമിൻ്റെ കൂടെ റുക്കൂ ചെയ്തു എന്ന് ബോധ്യപ്പെട്ട ഒരാൾക്ക് ആ റക്അത്ത് കിട്ടും. അപ്പോൾ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരുന്ന ആളുകൾ രണ്ടാമത്തെ റക്അത്തിൽ റുക്കൂഇൻ്റെ മുമ്പേ അല്ലെങ്കിൽ റുക്കൂവിനോട് കൂടെ ഇമാമിൻ്റെ കൂടെ കിട്ടിയാൽ അവർ 1 റക്അത്ത് കൂടി നമസ്കരിക്കുക. അവരുടെ മനസ്സിലെ നിയ്യത്ത് അപ്പോൾ എന്തായിരിക്കണം? ഇത് ജുമാ തന്നെയാണ്. കാരണം രണ്ടാമത്തെ റക്അത്തിൽ ഇമാമിൻ്റെ കൂടെ എനിക്ക് റുക്കൂ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഇത് ജുമായാണ് എന്ന് തന്നെ നിയ്യത്താക്കണം. അപ്പോൾ ആദ്യത്തെ ആ സംശയം തീർന്നില്ലേ? ഇനി അവശേഷിക്കുന്നത്, രണ്ടാമത്തെ റക്അത്തിൽ റുക്കൂഇന് ശേഷമാണ് ഒരാൾ വരുന്നത് എന്ന് പറഞ്ഞാൽ, ജുമാ ദിവസം പള്ളിയിലേക്ക് വരുന്ന ആൾ കാണുന്നത് ഇമാം ഇഅ്തിദാലിലാണ്, റുക്കൂയിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ട്, അല്ലെങ്കിൽ സുജൂദിലാണ്, അല്ലെങ്കിൽ തശഹുദിലാണ്. അതിൻ്റെ കൂടെ ജോയിൻ ചെയ്താലും ചില ആളുകൾ 2 റക്അത്തേ നമസ്കരിക്കുന്നുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ തെറ്റിദ്ധാരണ. അത് തെറ്റാണ്. റുക്കൂ കഴിഞ്ഞാൽ, രണ്ടാമത്തെ റക്അത്തിലെ ഇമാമിൻ്റെ റുക്കൂ കഴിഞ്ഞാൽ പിന്നെ ചേരുന്ന ആളുകൾ ളുഹറിൻ്റെ നിയ്യത്തിലെ ഇമാമിൻ്റെ കൂടെ ചേരാൻ പാടുള്ളൂ. ഇത് സ്വഹാബികൾ മുതൽക്ക് നമുക്ക് മനസ്സിലാക്കി തന്ന കാര്യമാണ്. പക്ഷെ പലരും തശഹുദിൽ വന്നാൽ പോലും പിന്നെ എഴുന്നേറ്റ് 2 റക്അത്തേ നമസ്കരിക്കുന്നുള്ളൂ. കാരണം അവരുടെ വിചാരം സലാം വീട്ടുന്നതിന് മുമ്പ് വന്നാൽ നമുക്ക് ആ നമസ്കാരം കിട്ടിയെന്നാണ്. ആ നമസ്കാരം കിട്ടുകയില്ല. മറിച്ച് അവർ ളുഹറിൻ്റെ നിയ്യത്ത് വെച്ചുകൊണ്ട് 4 റക്അത്ത് ളുഹറാണ് നമസ്കരിക്കേണ്ടത്. അവിടെ നിയ്യത്ത് വെക്കാനും മറന്നു പോകരുത്.
നിയ്യത്ത് വെച്ചിട്ടില്ലെങ്കിൽ അയാൾ 4 റക്അത്ത് നമസ്കരിച്ചാൽ പോലും അത് കിട്ടൂല. മറിച്ച് നമസ്കാരത്തിൽ ചേരുമ്പോൾ തന്നെ അത് ഇഅ്തിദാലിലോ സുജൂദിലോ തശഹുദിലോ ആണെങ്കിൽ ഞാൻ ളുഹർ നമസ്കരിക്കുകയാണ് എന്ന നിയ്യത്തിലായിരിക്കണം ഇമാമിൻ്റെ പിറകെ കൂടേണ്ടത്. അപ്പോൾ ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കുക. റുക്കുവോട് കൂടെയാണ് ഇമാമിൻ്റെ കൂടെ കിട്ടുന്നതെങ്കിൽ, അല്ലെങ്കിൽ റുക്കുവിൻ്റെ മുമ്പായിട്ട് 2ാമത്തെ റക്അത്തിലാണെങ്കിൽ അവർ ജുമയുടെ നിയ്യത്തിൽ ജുമ നമസ്കരിച്ചാൽ മതി. എന്നാൽ 2ാമത്തെ റക്അത്തിൽ റുക്കൂ കഴിഞ്ഞ് ഇഅ്തിദാലിലോ മറ്റോ ആണെങ്കിൽ പിന്നെ അവർ ളുഹറിൻ്റെ നിയ്യത്തിൽ 4 റക്അത്ത് മുഴുവനായും നമസ്കരിക്കണം. ഇതാണ് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. ധാരാളക്കണക്കിന് പ്രമാണങ്ങളിൽ നിന്ന് അത് സ്ഥിരപ്പെട്ടിട്ടുള്ളതാണ്. പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഏകദേശം ഇജ്മാ ഉള്ള ആളുകളാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ. അൽഹംദുലില്ലാ, ഒരുപാട് ആളുകളുടെ സംശയങ്ങൾക്കുള്ളൊരു ദൂരീകരണമാണ് താങ്കളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ബാറക്കല്ലാഹ്. ആമീൻ വയ്യ.